ജീവിതത്തിൽ ഒറ്റയായ എനിക്ക് സർവ്വമംഗളങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സന്യാസി എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ട്രെയിനകത്ത് കയറി ഒരു സീറ്റ് പിടിക്കാൻ നോക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. അത്രയും സ്ഥലം തിങ്ങി ആളുകൾ നിൽക്കുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്നു. എൻ്റെ ഒരു 35 വർഷം മുമ്പ് പ്രായമുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ ഇങ്ങനെ ഞങ്ങൾ തിരുനാവാഴി ഇറങ്ങി. തിരുനാവാഴിയിൽ ഒരു കല്യാണത്തിൻ്റെ ആളുണ്ട്. അമ്പലത്തിലേക്ക് അത്രയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുനാവാഴി ജംഗ്ഷനിൽ വന്ന് ഞങ്ങളൊരു കടല വാങ്ങി. പിന്നെ അങ്ങോട്ട് നടന്നു. മണൽ തരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്രയും അരമണിക്കൂർ എടുത്തു 80 മീറ്റർ നടയുടെ അടുത്തേക്ക്. ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഭാരതപ്പുഴയിലേക്ക് പോകാനുള്ള മറ്റുള്ള വഴി, അക്കരെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിക്ക് ആ പാലത്തിൽ കൂടെ പോകാൻ യാത്ര ഒരുങ്ങി. മുമ്പായി ഞങ്ങൾ ഭാരതപ്പുഴയിൽ ഇവിടെ സ്നാനം ചെയ്തു. താൽക്കാലികമായി നിർമ്മിച്ച ആ പാലത്തിലൂടെ അക്കരെ എത്തിയ ഞങ്ങൾ നേരെ ബ്രഹ്മാവിന്റെ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ ബ്രഹ്മദേവനെ പുഴയിൽ സ്നാനം ചെയ്തു. ബ്രഹ്മ വിഷ്ണു മഹേശ്വര ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. മഹാരതി കണ്ടു. എല്ലാം നമ്മുടെ ഫണ്ടിലേക്കുള്ള അനുഗ്രഹം. അവിടെ നിന്നും വീണ്ടും നടന്നു. ക്ഷേത്രത്തിന്റെ മുമ്പിൽ അവിടെയും പല കലാപരിപാടികളും ശരിയ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ആരതിയുടെ എല്ലാ ഒരുക്കങ്ങളും അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴയിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണൽ വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്രയും ജനങ്ങൾ ആരതി കാണാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. കുറെ ആളുകൾ ഇരിക്കുകയാണ്. ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല. ആ രീതിയിൽ ഇവിടെ സ്വാമിമാരും മറ്റും ഇരിക്കുന്നതായിട്ടുള്ള ഹാളിൽ ആ ഷെഡിൽ കയറി അവിടെ നിന്നും അനുഗ്രഹമെല്ലാം പുറത്തിറങ്ങി. ഞങ്ങൾ ഇവിടെ വന്നു. ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്തു. ശേഷം സന്ദർശിച്ചു. സന്യാസിമാരുടെ അനുഗ്രഹമായി നവാമുകുന്ദന്റെ മുൻവശം ഞങ്ങൾ അല്പനേരം വിശ്രമിച്ചു. എന്നെ നോക്കി ചിരിക്കുന്നു ഞാനിവിടെ. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനായ വിനീത് വളരെ ഹാപ്പിയാണ്.